ഈ പടത്തിന്റെ ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചപ്പോൾ കോട്ടയം, ചങ്ങനാശ്ശേരി, ധന്യ, രമ്യ തിയേറ്ററുകളിൽ ഇത് ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വൈകിട്ട് ഞാൻ നോക്കിയപ്പോൾ കോട്ടയത്തും ഇല്ല, ചങ്ങനാശ്ശേരിയിലും ഇല്ല. പിന്നെ ഞാനിത് ഇന്ന് രാവിലെ 44 കിലോമീറ്റർ ദൂരെ പോയിട്ട് ആലപ്പുഴ കൈരളി തിയേറ്ററിലാണ് കണ്ടത്. അവിടെ ചെന്നപ്പോഴും ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭാഗ്യത്തിന് ഒരു 10 പേര് എങ്ങനെയോ വന്നു, അങ്ങനെ ഷോ നടന്നു. സോ വാത്തിയാർ നളൻ കുമാരസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച് കാർത്തി നായകനായിട്ട് അഭിനയിച്ച ഒരു തമിഴ് അഡ്വഞ്ചർ ഫാന്റസി ആക്ഷൻ പടമാണ് ഇന്ന് ഈ സിനിമയെ കുറിച്ച്. ഒരു കട്ട MGR രസികനായിട്ടുള്ള ഒരാള് അയാളുടെ കൊച്ചുമകനെ, അതായത് മകന്റെ മകനെ MGRന്റെ പുനർജന്മമാണെന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. വളർന്നു വലുതായിട്ട് എന്താണ് ഈ മകന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നുള്ളതാണ് വാത്തിയാർ എന്ന സിനിമ പറയുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റൽ മൂവിയാണെന്ന് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ഈ സിനിമയുടേത്. ഒരു പഴയ സൂപ്പർ സ്റ്റാറിനെ അല്ലെങ്കിൽ ഒരു ജനനായകനെ വെച്ചിട്ട് ഒരു അന്യൻ സെറ്റപ്പിലുള്ള അഴിമതിക്കെതിരെ അങ്ങനെയുള്ളൊരു കഥ. പക്ഷെ ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നുള്ളതായിരിക്കുമല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം. പടം എനിക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കിത് അത്ര വർക്കായില്ല എന്നുള്ളതാണ് സത്യം. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് കാർത്തി. കാർത്തിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുറച്ച് ഈ കുസൃതിയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ, അതുപോലെ കോമഡി ഒക്കെ ചെയ്യുമ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. കൈത് പോലുള്ള മാസും കിടുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കാർത്തി സിനിമകൾ കാണാൻ വളരെ ഇഷ്ടമാണ്. വലിയ മുഷിപ്പോ വെറുപ്പോ ഒന്നും തോന്നാത്തൊരു നടൻ കൂടിയാണ്. ഞാൻ ഈ പടം കണ്ടത് തന്നെ ഇത് കാർത്തിയുടേതാണല്ലോ എന്നതുകൊണ്ട് തന്നെയാണ്. അത് എനിക്ക് പറയാനുള്ളൂ. കാർത്തി ആയതുകൊണ്ട് മാത്രം പടം കണ്ട് തീർത്തു എന്നത്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ കോർ ഐഡിയ നൈസ് ആയിരുന്നു. തമിഴ്നാട്ടുകാർ വാത്തിയാർ എന്ന് വിളിക്കുന്ന MGR, അവരുടെ പഴയ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറും, അദ്ദേഹത്തെ വെച്ചിട്ട് ഒരു അന്യൻ സെറ്റപ്പിൽ ഒരു സൈക്കോളജിക്കൽ പ്ലസ് ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഉള്ള അല്ലെങ്കിൽ ഒരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് മൊത്തത്തിൽ ആ ഒരു ഐഡിയ വളരെ യുണീക്ക് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പടം നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് നൽകുന്നുമുണ്ട്. ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ നൈസ് ആയിരുന്നു. ടെക്നിക്കലിയും പടം നല്ലതാണ്, ക്യാമറ എഡിറ്റിംഗും ഒക്കെ മികച്ചതാണ്. പടം മൊത്തത്തിൽ നല്ല കളർഫുൾ ആണ്, മ്യൂസിക് നല്ലതാണ്. പിന്നെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കാർത്തി തന്നെയാണ്. കാർത്തിയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ആക്ടിങ്, കോമഡി ചെയ്യുമ്പോഴുള്ള പുള്ളിയുടെ ആ ഒരു യുണീക്ക് ടൈമിംഗ്, എക്സ്പ്രഷൻസ്, ഇതൊക്കെ കൊണ്ട് നമ്മൾ പടം ഇങ്ങനെ കണ്ടു തീർക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാർത്തി എന്ത് ചെയ്താലും ഒരു ഇഷ്ടം തോന്നും എന്നുള്ളത് കൊണ്ട് ആ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം തോന്നി എന്നതിനപ്പുറം കുറച്ചുകൂടി എന്തെങ്കിലും ഒക്കെ ചെയ്യൂ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരൂ എന്ന് എനിക്ക് തന്നെ പറയാൻ തോന്നി. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള അന്യൻ, പിന്നെ സൂപ്പർമാൻ അല്ലെങ്കിൽ ബാറ്റ്മാനോ ജോൺ വിക്കിലെയോ അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു സുഖമില്ല. എന്തായാലും കാർത്തിയുടെ പെർഫോമൻസ് ആണ് പടത്തിന്റെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറയാം. പുള്ളി ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കാർത്തി അല്ലാതെ വേറൊരു ക്യാരക്ടറും ഓർത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നതോ ആയിട്ട് ഈ സിനിമയിലില്ല. ഇപ്പൊ രാജ് കിരൺ മാത്രം ഒരു ഇച്ചിരി ഭേദപ്പെട്ട ഒരു റോൾ ഉണ്ടെന്ന് പറയാം. ഒരു ഇമോഷണൽ ടച്ച് ഒക്കെ കൊണ്ടുവരേണ്ട ഒരു കഥാപാത്രമാണ് രാജ് കിരണിന്റെ. അദ്ദേഹമാണ് അപ്പൂപ്പനായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് യാതൊരു ഇമോഷനും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്ഥിരം പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള ഒരു നായിക റോളിൽ കൃതി ഷെട്ടി സിനിമയിലുണ്ട്. അതുപോലെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു വില്ലൻ റോളിൽ സത്യരാജ് ഉണ്ട്. ഒപ്പം നിഴൽകൾ രവി, കരുണാകരൻ, വടിവു കരസി ഇവരൊക്കെ പടത്തിലുണ്ടെങ്കിലും ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ജോർജ് സി വില്യംസിന്റെ ക്യാമറ, വെട്രി കൃഷ്ണന്റെ എഡിറ്റിംഗും നല്ലതാണ്. ചില എഡിറ്റിംഗ് എക്സ്പെരിമെന്റ്സ് ഒക്കെ എഡിറ്റർ നടത്തിയിട്ടുണ്ട്, അതൊക്കെ നൈസായിട്ട് തോന്നി. സന്തോഷ് നാരായണന്റെ മ്യൂസിക്കും രസമുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും രസമുണ്ട്. പഴയ MGR പടങ്ങളിലെ പാട്ടുകളായ നാനാണയിട്ടാൽ, അതുപോലെ അതോ അന്ത പറവ പോലെ, പിന്നെ രാജാവിൻ പാർവൈ, റാണിൻ പക്കം ഒക്കെ നൈസായിട്ട് തന്നെ പടത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. സോ ടെക്നിക്കലി പടം സ്ട്രോങ് ആണെന്ന് തന്നെ പറയാം. ഓൾഡ് നായകൻ പ്ലസ് ഫാന്റസി ആ ഒരു ഐഡിയ നൈസ് ആയിരുന്നെങ്കിലും എക്സിക്യൂഷനാണ് പടത്തിന്റെ പാളി പോകുന്നത്. നല്ല രീതിയിൽ ഒരു സ്റ്റാർട്ടിങ്ങും അത്യാവശ്യം ചില എൻഗേജിംഗ് ആയിട്ടുള്ള മൊമെന്റ്സും നല്ലൊരു ഇന്റർവെല്ലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴേക്കും ഒരു സ്ഥിരം പാറ്റേണിലേക്ക് സിനിമ മാറുകയാണ്. യാതൊരു പുതുമയും തരുന്നില്ല. സോ സ്ക്രിപ്റ്റിൽ തന്നെയാണ് ഇതിന്റെ മെയിൻ തകർച്ച എന്ന് പറയാം. ഇന്നത്തെ തലമുറയ്ക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത MGRനെ കുറിച്ച് സിനിമ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് എടുക്കാമെങ്കിൽ പോലും ആ ഒരു MGR റെഫറൻസ് തന്നെ പുതിയ ആൾക്കാർക്ക് പടം ഒട്ടും റിലേറ്റ് ആക്കാൻ പറ്റാതെ ആക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടുകാർക്കും അതുപോലെ MGRന്റെ ആരാധകരായിട്ടുള്ള മലയാളികൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കും കണക്ട് ആയേക്കാം എന്നതിനപ്പുറം മലയാളികൾക്ക് പോലും MGR സിനിമകളൊന്നും അധികം കാണാത്തവർക്ക് സിനിമ ഒട്ടും വർക്കാവാനുള്ള സാധ്യത ഇല്ല. ഇപ്പൊ ഞാനും അധികം MGR പടങ്ങളൊന്നും കണ്ടിട്ടില്ല. കുറെ പാട്ടുകൾ പുള്ളിയുടെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 1-2 സിനിമകൾ, മലൈക്കള്ളൻ, അതുപോലെ മധുരൈ മീട്ട സുന്ദരമാണ്ടി, അങ്ങനെ ചില പടങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. സ്റ്റിൽ എനിക്ക് തന്നെ വലിയ രീതിയിലൊന്നും സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അല്ലാത്തവർക്കൊട്ടും പറയണ്ടല്ലോ. മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു. പക്ഷെ തിരക്കഥയും എക്സിക്യൂഷനും കൊണ്ട് ഒരു ഇമ്പാക്ട് തരാതെ പോയ സിനിമയാണ് വാത്തിയാർ. എനിക്ക് പടം വർക്കായില്ല എന്ന് പറയാം. ഒരു മോശം സിനിമയാണെന്നോ അല്ലെങ്കിൽ ഒരു ട്രോൾ മെറ്റീരിയലോ അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ഒരു ഐഡിയ കുറച്ചുകൂടി നന്നായിട്ട് അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. സോ ഒരു മിസ്ഡ്
ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ വരാനായിരുന്നെങ്കിൽ വാദ്യാർ വരണ്ടായിരുന്നു എന്ന് തോന്നി. പടം തിയേറ്ററുകളിൽ നിന്ന് കാണാം. പിന്നെ വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത് വളരെ കുറവാണെന്നുള്ളതാണ്. 2 മണിക്കൂർ ചില്ലറ മാത്രമേ ഉള്ളൂ പടം. 2 മണിക്കൂർ 5 മിനിറ്റ് അങ്ങാണ്ട്. പടം 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി.